ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോൺസ്റ്റർ ടാങ്കിൽ കുറച്ച് വേസ്റ്റ് കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫിൽറ്റർ വെക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ടൈഗർ ഓസ്കാർ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാ. കാരണം അറിയില്ല, ഇവനെ പറഞ്ഞ് വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പുറത്ത് പോയി കാരണം. അതുകൊണ്ട് ഇവൻ കാലത്ത് ഫുഡ് കൊടുക്കാൻ മുമ്പാണ് കണ്ടത് നമ്മുടെ ഓസ്കാർ മരിച്ചു വയ്ക്കാൻ. അവൻ നമ്മുടെ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏഞ്ചൽ ആരൊന്നും കാണാനില്ല കേട്ടോ. ഈ മൂടിതാത്തോണ്ടെന്ന് തോന്നേ, അത് മൂടാത്തോണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അത് നമ്മുടെ ചില്ലി മുസ്തക്കിന് ഇവിടെ കുട്ടികളെ കഴിഞ്ഞിട്ടാ. അതെ, ചെറുതായിട്ട് കുറച്ചുണ്ടായിരുന്നുള്ളിൽ. പിന്നെ ബ്ലൂവിന് എന്താണെന്ന് അറിയില്ല, ഫംഗസ് വന്നിട്ടാന്ന് തോന്നണേ. ഒറ്റ ഇതിൽ കാണാനില്ല, ആകെ 2-3 എണ്ണൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ എല്ലാവരും ഇലെടുക്കുന്നുണ്ട്. നമ്മുടെ ചില്ലി മുസ്തക്കിന് ഇലിട്ടുണ്ട്. അതിൽ നമ്മുടെ ഡംബോയറിന്റെ കുട്ടികളെ എടുക്കുന്നുണ്ടോ. നമ്മുടെ ഓസ്കാർ കാലത്ത് തന്നെ ഇവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. ഈ വെള്ളം വേസ്റ്റ് ആയിട്ട് ഇതിൽ നമുക്ക് ഫിൽറ്റർ വയ്ക്കണം. അതാണ് അങ്ങനത്തെ പരിപാടിയാണ്. നമുക്ക് ഫിൽറ്ററിൻ്റെ പോയി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫിൽറ്റർ. സ്പോഞ്ച് ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ സ്പോഞ്ച് അതൊന്ന് കിടക്കാട്ടോ. പിന്നെ മോട്ടർ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ഇത് വാങ്ങിച്ച പുതിയത് കണ്ട, ഇതാണ് മോട്ടർ കേട്ടോ. അത് നിങ്ങൾക്ക് ഫിക്സ് ആക്കുമ്പോൾ കാണിച്ചു തരട്ടെ. ഈ സ്പോഞ്ച് കഴുകി കഴിഞ്ഞിട്ട് കാണാട്ടാ. നമ്മുടെ സ്പോഞ്ച് കഴുകി കഴിഞ്ഞിട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ കുറച്ച് കല്ലിട് ഉപയോഗിക്കണേ. പിന്നെ ഈ കല്ല് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മളെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ചന്ദ്രൻ്റെ വീട്ടിൽ പോയി നിൽക്കണ്ട, അവിടെ വെച്ച് കാണാം. അപ്പോൾ ഗൈസ്, ഈ മതിൽ ചാടിയിട്ട് വന്നിട്ട് കേട്ടോ എൻ്റെ വീട്ടിൽ കാണിച്ചു തരാം. ഇത് വീടിൻ്റെ ബാക്ക് ഭാഗാട്ടോ. പിന്നെ ചന്ദ്രൻ്റെ വീട്ടിൽ കുറച്ച് സോളാർ വെക്കണതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് കല്ലെടുക്കണം. കുറച്ച് പരിപാടി ഉണ്ട്. അത് നമ്മുടെ ഫിൽറ്ററിൽ വെക്കാനാണ്. ഫിൽറ്ററിങ്ങനെ നല്ല കല്ലാണ്. ഒരു കല്ലെടുത്തോളാം. ഇങ്ങനത്തെ കല്ലാട്ടോ. നല്ല വെയിലാണ്ടാ, ക്ലിയർ ആവുമെന്ന് അറിയില്ല. എടുക്കണം വേടാ എന്നാ കേട്ടോ. നമുക്കിനി കല്ലിളക്കുന്ന ഇട്ട് കഴിഞ്ഞിട്ടുള്ള കാണാട്ടോ. അപ്പോൾ ഗൈസ്, ഇത്ര കല്ലുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ച് അർജുൻ്റെ വീട്ടിൽ പോവാം. ഇതാണ് എൻ്റെ വീടിൻ്റെ മുമ്പ് ഭാഗം. കണ്ടില്ലേ? ഈ മണ്ണിൻ്റെ വീട്ടിലുണ്ടോ? നോക്കാം, അച്ഛനോട് ചോദിക്കണം. പിന്നെ ഇതും ആവശ്യമുണ്ട് കേട്ടോ. എടുത്തോ. പിന്നെ ഞങ്ങളുടെ ടുട്ടു കണ്ട സുഖമായിട്ട് സൺബാത്തി ഉണ്ട് കണ്ട. പിന്നെ എലിയുടെ സൈസില്ലേ, വലുതായി കേട്ടോ. കണ്ട, ആള് കൈയിട്ടൊക്കെ അടിക്കാൻ വരും കണ്ട, മോന്ത കാണിച്ചിട്ട്. അപ്പോൾ ഈ സ്പഞ്ചുകളാട്ടാ ഫസ്റ്റില് ഇടാൻ പോണം. ആദ്യം നമുക്ക് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമായിട്ട് അടിയിൽ വെക്കണുണ്ടോ. നമ്മൾ സ്പോഞ്ച് ഓരോന്നായിട്ട് വെക്കാൻ പോകണ്ട. സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ട, ഇതിപ്പോൾ നമ്മൾ സ്പോഞ്ചിന് മുകളിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കല്ല് ഇടണം. കല്ല് കൂടിയിട്ട് അതിനെ പണി കേട്ടോ. പിന്നെ ഈ കല്ലുകളില്ലേ, ഇത് കഴുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കല്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഇത്ര ബാക്കിയുണ്ട് അതങ്ങനെ തന്നെ വെക്കാം. വേറെ ടാങ്ക് സെറ്റപ്പ് കഴിക്കേണ്ടിരുന്നു ഉടച്ചിട്ട് വേണം ഇറങ്ങാൻ. ഓരോ കല്ലേക്കും അപ്പൊ ഈ കല്ലൊക്കെ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് സെറ്റ് ആയിട്ട് കേട്ടോ ഫുള്ള് കല്ല് അതൊക്കെ. പിന്നെ ഇത്ര കല്ല് ബാക്കിയുണ്ട് അത് നമുക്ക് വേറെ എന്തെങ്കിലും പണിയില്ല സെറ്റാക്കാം. ഞങ്ങൾക്ക് ഒരു ഫിൽറ്റർ കൊണ്ട് വയ്ക്കാണ്ട് നമ്മുടെ പുതിയൊരു ടാങ്ക് പണി ഇവിടെ അതിലേക്ക് പുതിയ ഫിൽറ്റർ ഒക്കെ ഉണ്ട്. നമ്മൾ എന്നിട്ട് നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ മുകളിലേക്ക് വരണം കേട്ടോ. ഈ നെറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ ഈ രണ്ട് സ്പോഞ്ച് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് തന്നെ കയറ്റി വയ്ക്കണം. ഇവിടെ മോട്ടർ തരിക്കും. മോട്ടറിനുണ്ട് ഈ ഒരു പൈപ്പ് നമ്മൾ വെക്കാൻ പോകണം കേട്ടോ. ഞങ്ങൾ ഇതുപോലെ മുമ്പും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ കേടായി കണ്ട. ഈ മോട്ടർ കണ്ട മുമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മോട്ടർ കേടായി. ഇനി അതുപോലെ തന്നെ വേറെ മോട്ടർ വാങ്ങിച്ചിട്ട് സെറ്റാക്കിയതോ. ഈ ബക്കറ്റ് ഇനി അങ്ങനെ എടുത്തോണ്ട് കേട്ടോ. അപ്പം പിന്നെ ഈ ടാങ്ക് പുതിയ മീൻ വാങ്ങുമ്പോൾ പിന്നെ ഷീറ്റ് വാങ്ങിച്ചിട്ട് പിന്നെ ഈ ഷീറ്റിൻ്റെ മുകളിൽ തന്നെ പുതിയ ഷീറ്റ് ഇട്ടിട്ട് പുതിയ മീനുകൾ നമ്മൾ നേരത്തെ നോട്ടിനാക്കി വെച്ചിട്ടുണ്ടോ. ഇതില് ഒരു പൈപ്പ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടോ. അപ്പോൾ അത് മോട്ടർ വിൽക്കാൻ പോകട്ടോ. കണ്ട മോട്ടർ വിൽക്കാൻ പോവാ ഏകദേശം. നമ്മുടെ ഈ ഹോസ് ഇവിടെ ഓട്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെക്കുന്നുണ്ടോ. ഇതേ ഇപ്പം ഇതിങ്ങനെ വെച്ചിട്ടുണ്ടോ. എന്നിട്ട് അപ്പോൾ ഇതെങ്ങനെ വലിക്കാമെന്നാണ് നിങ്ങൾക്ക് പറയട്ടെ. ഈ പൈപ്പിന് വെള്ളം എടുത്തിട്ട് പിന്നെ അടിയിൽ പോയിട്ട് ഫുള്ള് ഫിൽറ്റർ ആയിട്ട് നല്ല വെള്ളം ഈ പൈപ്പ് കൂടെ വരും. അപ്പോൾ ഡീസായില്ലേ ഇങ്ങനെ വരും. ആദ്യം നമുക്കിത് വർക്കിംഗ് ആവണം നോക്കിയിട്ട് വരണ്ട. ഇത് നമുക്ക് ടാങ്കിലേക്ക് ആ പൈപ്പിൻ്റെ മറ്റേ ഭാഗം വിട്ടോളൂ. ഇതൊന്ന് വർക്ക് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇത് കിച്ചൺ ആട്ടോ. കിച്ചൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വിൽക്കാൻ പോണം. അതെ ഇവിടെ വിൻഡോയുടെ ഉള്ളിൽ കൂടെ ഈ രണ്ട് വയറില്ലേ ഇതിവിടെ കയറ്റും. ഗൈസ് കണ്ട ഓണാക്കിട്ട് ഓഫ് ആക്കട്ടെ. ഓഫ് ആക്കണ്ട. ഫിൽറ്റർ വർക്ക് ആവുന്നുണ്ട്. അത് ആദ്യത്തെ നമ്മൾ വെള്ളയ്ക്കും അതുകൂടെ കളയാട്ടാ ചെയ്യണം. കാരണം ഇതിലുള്ള മറ്റേ കള്ളിൻ്റെ വേസ്റ്റൊക്കെ ഇത് കൂടെ പോകാനായിട്ടാണെങ്കിൽ ഇത് വെക്കുമ്പോൾ ടാങ്ക് ലീക്കാൻ സാധ്യത. വെള്ളം ക്ലീനാക്കാൻ ഇറങ്ങുമ്പോഴേ കല്ല് കുത്തിയിട്ട് ടാങ്ക് ലീക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഇനി ഈ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് വയർ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതെ ഇവിടെ വിൽക്കണേ വയർ. പിന്നെ ഇങ്ങനെയാണ് മോട്ടർ സെറ്റ് ആവണം. പിന്നെ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് സെറ്റ് ഓണാക്കിക്കോ കാണിച്ചു തരാം കേട്ടോ. ആ കണ്ടോ ഓണായിട്ട് 2-3 ഹവേഴ്സ് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഫുള്ള് ക്ലിയർ ആവും. കണ്ടില്ലേ നമ്മുടെ പാടത്തേക്ക് നിൽക്കുമ്പോണ്ട ഒരു പിലോപ്പി ഉണ്ടോ. ഒരു പിലോപ്പി ഇവിടെ നിൽക്കുന്നുണ്ടോ. കാരണം ഇവിടെ പാടത്തിപ്പോൾ വെള്ളം കയറിയാണ്. അതുകൊണ്ട് കുറേ പിലോപ്പികൾ ബ്രാലുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ പിടിക്കുന്ന വീഡിയോ ആണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് നമ്മൾ പിടിക്കണതാണ് കേട്ടോ. നമുക്ക് ഒരു പണി കൂടി ഉണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ശന്തുവിൻ്റെ വീട്ടിൽ നമ്മളൊരു ഷാർക്കിനെ എടുക്കാൻ പോകട്ടെ. നമ്മളെ ഈ മോൺസ്റ്റർ ടാങ്കിൽ കേട്ടോ ഫിൽറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി അവൻ്റെ വീട്ടിൽ മുകളിൽ കയറിയിട്ട് കാണാം കേട്ടോ. നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ പോകട്ടെ. അവൻ്റെ വീട്ടിൽ
അവൻ്റെ വീട്ടിൽ സോളാറിൻ്റെ പണിയൊക്കെ ആയിരുന്നു കേട്ടോ. കേട്ടോ സോളാറിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലൊന്ന് ഷാർക്കിനൊക്കെ പിടിക്കാം. ഇവിടെ വന്ന ഷാർക്കിൻ്റെ ടാങ്ക് ഇരിക്കണ്ടായിരുന്നത്. അപ്പോൾ മുകളിലേക്ക് മാറ്റിയിട്ടാ. ആകെ ഒരു 7-10 ഷാർക്കൊക്കെ ഉണ്ട്. കുറച്ച് സൈസുള്ളതാണ്. അപ്പോൾ അതിലത്തെ ഒരെണ്ണത്തിന് നമുക്ക് പിടിക്കാം. അതെ ഇതാണ് നമ്മുടെ ഷാർക്കിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞത്. ഇതിൽ നമ്മൾ ഏതിനെ പിടിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. നമുക്ക് ബക്കറ്റിൽ ആദ്യം വെള്ളം നിറയ്ക്കണം. വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ആടാ നമ്മുടെ സ്വന്തത്തെ വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഒരു ഷാർക്കിനെ പിടിക്കണം കേട്ടോ. എടുക്കുക, വലിയ നെറ്റ് എടുക്കുക. നല്ല ആക്റ്റീവായ ഷാർക്കുകളാണ്, പണ്ടേ തൊട്ടുള്ള ഷാർക്കുകളാണ് കേട്ടോ. കിട്ടിയാ ഷാർക്കിനെ വലിയ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെറുതാണ് കേട്ടോ. ഞങ്ങൾക്കതിനെ വീട്ടിലോണ്ട് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതേ നമ്മളെ വീട്ടിലേക്ക് ചാടാൻ പോകട്ടോ. ഇതേ ഷാർക്ക് എവിടെ ഇടാൻ പോകട്ടോ. അതെ കേട്ടോ. ക്ലിയർ ആണോന്നറിയില്ല. ആളത് റിലീസാക്കിയിട്ടുണ്ട്. അത് വേണ്ട, ആള് റിലീസാക്കിയിട്ടുണ്ട്. അതെ ആൾക്കൊരു കൂട്ടായിട്ടോ. അവിടെ നമ്മുടെ ഏറ്റവും അതിൻ്റെ പറഞ്ഞാൽ ഷാർക്ക് അവിടെ ഉണ്ട് കേട്ടോ. വെയിലായോണ്ടാന്ന് അറിയില്ല, കാണാനില്ല, നല്ല വെയിലാട്ടോ ഇവിടെ. ഓസ്കാറോട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ പാടത്ത് പോയിട്ട് കുറച്ച് മീനാണ് പിടിക്കണം നമ്മുടെ പുലുവാക്കി വേണ്ടി. അത് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞേട്ടാ. ഇത്രയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടം എങ്ങനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അന്നെല്ലാവർക്കും ബൈ.